വിഴിഞ്ഞം തുറമുഖ അതോറിറ്റിയുടെ വ്യാജരേഖകൾ നിർമ്മിച്ച് 300 കോടി രൂപയുടെ പദ്ധതി കരാർ നേടിയെന്ന് കാണിച്ച് നിരവധി പേരെ കബളിപ്പിച്ച പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശി സൽമാനുൽ ഫാരിസ് പിടിക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. VISL 300 കോടി രൂപയുടെ ടെൻഡർ തനിക്ക് ലഭിച്ചതായി അവകാശപ്പെടുന്ന വ്യാജരേഖ പ്രതി നിർമ്മിച്ചതായി പോലീസ് പറഞ്ഞു. VISL മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒപ്പുകളും ഈ രേഖയിൽ വ്യാജമായി പതിച്ചിരുന്നു. പ്രതി ഈ രേഖ ഉപയോഗിച്ച് ആളുകളെ വഞ്ചിക്കാനും അവരിൽ നിന്ന് നിക്ഷേപം നേടാനും ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് വിഴിഞ്ഞം തുറമുഖ അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന തുടങ്ങി ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം സൽമാനുൽ ഫാരിസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വഞ്ചിക്കപ്പെട്ടവരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതിയെ കണ്ടെത്താൻ നീക്കം ഊർജിതമാക്കിയതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ. ആഘോഷം ഏതും ആയിക്കോട്ടെ, ഡ്രസ് ശോഭിക്കുന്നു. നമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ ശോഭിക വെഡിങ്സിന് എടുത്തിരിക്കുന്നത്. നമ്മള് ഹാപ്പിയാ അല്ലേ? ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റ്യാടി, നിലമ്പൂർ, എടപ്പാൾ.